ഇത്രയും ദൂരെ നിൽക്കുന്ന ഒരു ശനി സാധാരണ ഒരാളിനെ എങ്ങനെ ബാധിക്കും? ഗേൾ ഫ്രണ്ട് എത്രയോ ദൂരം വേണമെങ്കിൽ പോയിരുന്നോട്ടെ, ഭാര്യയും കുടുംബമായിട്ട് ഇവിടെ ജീവിക്കുകയാണ്, ജീവിതത്തെ ബാധിക്കില്ല. എൻ്റെ ധർമ്മപത്നിക്ക് ജനിച്ച കാലം മുതൽ ശനിന്ന് ശനിയാണ്. ഇനി അവർക്ക് ശുക്രൻ വരാൻ പോകണം. അവരുടെ ശനിയുടെ മൂർധന്യ സമയത്താണ് എന്നെ കിട്ടിയത്. 10 ദിവസം ഞാൻ എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോയി താമസിക്കുകയാണ്. അവിടുത്തെ വാസ്തു ശരിയല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അവിടുന്ന് സുഖമില്ലാണ്ടാ പോകുള്ളൂ, അല്ലെങ്കിൽ തമ്മിത്തിലൂടെ പോരുള്ളൂ. ജാതി കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുകയല്ല വേണ്ടത്. ഇവിടെ എന്താ ബേസിക് മിസ്റ്റേക്ക് എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയം തന്നെയാണ്. ഒരു ഗുരുവിൻ്റെ ആവശ്യമില്ല ഭൂമിയിൽ ജീവിക്കാൻ. പക്ഷെ ഒരു ഗുരു കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വഴിയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. അല്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് റെമഡിയൽ മെഷേഴ്സ് കൊടുക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം നമ്മൾ രാവിലെ സൺഡേ ആണല്ലോ ഓൾമോസ്റ്റ് പല ആൾക്കാരും ഗുരുജി ഫ്രീ ഉള്ളത്. അപ്പോൾ ആദ്യം വായനാശീലമുള്ളൊരു പത്രം എടുത്ത് വായിക്കുന്നു, ബാക്കിൽ സപ്ലിമെൻ്റ് നോക്കുമ്പോൾ തിരുവാതിര നക്ഷത്രം നല്ലതാണ്, അപ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ്, നല്ലതാണ്, ഓട്ടോമാറ്റിക് നമുക്ക് ഒരു കോൺഫിഡൻസ് കൂടും, എല്ലാം കൂടും. അവിടെ തൊട്ട് താഴെ കണ്ടന്റ് ഉണ്ടാവും. അടുത്ത ആഴ്ച 10 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്സിഡൻറ്റ്, ഒരാളുടെ യോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ടോട്ടലി തകർന്നു. ആക്സിഡൻറ്റ് ഇങ്ങനെ തേടി നിൽക്കും, വരുമോ സ്വാഭാവികമായിട്ട് ആക്സിഡൻറ്റ് സംഭവിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് ദശാകാലങ്ങൾ കൊണ്ടാണ്. അപ്പം എല്ലാവരും ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ 19 വർഷമുള്ള ശനിയാണ് എല്ലാവരും പേടിക്കുന്നത്. ശനിദശ വന്നാൽ, ശനി ഒരു ഡിസിപ്ലിൻഡ് പ്ലാനറ്റ് അല്ലേ ഗുരുജി? അപ്പൊ ഈ ശനിയാണോ ഇവരെ മറ്റേ എന്താ പറയുക ആക്സിഡന്റ് ആക്കുന്നത്? ഒരിക്കലും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്രയും ദൂരെ നിൽക്കുന്ന, ഞാൻ ഗുരുജിയോട് ചോദിക്കുന്നതാണ്, ഗുരുജി വേറൊരു സിസ്റ്റത്തിൽ പോകുന്ന ആളായതുകൊണ്ട് ഇതൊന്നും മെക്കാനിസം ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത്രയും ദൂരെ നിൽക്കുന്ന ഒരു ശനി സാധാരണ ഒരാളിനെ എങ്ങനെ ബാധിക്കും? ഡെഫിനറ്റ്ലി നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ഗേൾ ഫ്രണ്ട് എത്രയോ ദൂരം വേണമെങ്കിൽ പോയിരുന്നോട്ടെ, ഭാര്യയും കുടുംബമായിട്ട് ഇവിടെ ജീവിക്കുകയാണ്, ജീവിതത്തെ ബാധിക്കുമല്ലോ? ബാധിക്കും. സിമ്പിളായ കാര്യം. എത്ര ദൂരെ ഇരുന്നാലും നമ്മുടെ ശനി നമ്മളിൽ ഏത് അവയവങ്ങളെയാണ് ബാധിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇവിടെയാണ് മെഡിക്കൽ അസ്ട്രോളജിയുടെ പ്രാധാന്യം. മെഡിക്കൽ അസ്ട്രോളജി 100% പെർഫെക്റ്റ് ആണ്. ഞാൻ അതിന് തെറ്റ് പറയില്ല. മെഡിക്കൽ അസ്ട്രോളജി അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതക പ്രകാരം ഇത്രാമത്തെ വയസ്സിൽ നിങ്ങളുടെ വലതുമുട്ടിന് പ്രോബ്ലം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കും. ആ സമയത്ത് അവൻ താമസിക്കുന്ന വീടിൻ്റെ വാസ്തു എടുത്ത് നോക്കിയാൽ വാസ്തു പ്രകാരവും അവൻ അതേ ദൂഷ്യം അവിടെ കാണും. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ഇന്ന ശനിദശയിൽ അല്ലെങ്കിൽ ദശാകാലങ്ങളിൽ ഇതിൻ്റെ സൂക്ഷ്മദശ, പ്രാണദശ, ഇങ്ങനെ പലതും ഉണ്ടല്ലോ. ഈ പ്രാണദശയൊക്കെ എടുത്ത് ഇവർ പ്രഡിക്റ്റ് ചെയ്യുന്നു. ഈ ഗുരുജി പറഞ്ഞ പോലെ പറയുന്നു, കാൽമുട്ട് വേദന ഉണ്ടാവും, ഇന്ന പ്രശ്നം ഉണ്ടാവും. അതേ പറഞ്ഞവർ ഇപ്പുറത്ത് ഇതാണ് റെമഡീസ്, ഇത് ചെയ്താൽ മാറും. അങ്ങനെ റെമഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡാ. അതിനെ സോഫ്റ്റൺ ആക്കി എല്ലാവരും പറയുള്ളൂ. അതെ, ഈ സോഫ്റ്റൺ ആക്കാൻ പാടില്ല. റെമഡി എപ്പോഴും ഭയങ്കര ഹാർഡായിട്ട് പറയണം. അത് റെമഡിയാണ് കൊടുക്കുന്നത്. പക്ഷെ ഈ പത്രത്തിൽ എഴുതണില്ലേ, ഇത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. പത്രത്തിൽ ഭയപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ഇതിലെല്ലാം നല്ലത് എഴുതണം. ഈ അവസാനത്തെ 2 ദിവസം ആക്സിഡന്റ് ഇല്ലേ, ഇത് അവോയ്ഡ് ചെയ്യണം. ഒരു പത്രവായനക്കാരൻ്റെ ലക്ഷ്യം എന്താ? അവൻ്റെ മനസ്സ് സന്തോഷിക്കുക. എൻ്റെ ഈ ആഴ്ച നല്ലതാണ്, ശുഭാപ്തി വിശ്വാസത്തിൽ ജീവിച്ചോട്ടെ. ഭയപ്പെടുത്തേണ്ട എപ്പോഴാണ്? റെമഡിക്ക് വേണ്ടി വരുമ്പോഴാണ്. നിന്റെ സമയം മോശമാണ്, നീ ഇന്നത് ചെയ്തില്ലെങ്കിൽ നിന്റെ കാലൊടിയും. അപ്പോൾ പറയും തസ്മൈ ഗുരുജി ഭയങ്കര ടഫാണ്, ഹാർഡാണെന്ന്. നമ്മുടെ മുന്നിലെത്തുന്ന ആളുടെ അടുത്ത്, ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ വരികയാണ്, അയാളുടെ അടുത്ത് പറയാണ് ക്യാൻസറാന്ന് പറഞ്ഞില്ല, പിന്നെ അയാൾക്ക് മനസ്സിലാവുമോ? ഇല്ല, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ കീമോ നൽകേണ്ടി വരും. കീമോയോ? ഇല്ല, ക്യാൻസർ ഒന്നും അല്ല, അതുപോലത്തെ വേറൊരു ചെറിയ, ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ക്യാൻസറാണെന്ന് പറയണം. നിങ്ങളുടെ ആയുസ്സിന് ത്രെട്ട് ഉണ്ടെങ്കിൽ അത് പറയണം. അത് പറയുമ്പോഴേ അയാളുടെ ഉള്ളിലെ ബാക്കിയത്തെ സാധനങ്ങൾ പ്രവർത്തിച്ചിട്ട് അതിന് വേണ്ട കെമിക്കൽ അവന് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അവന് കപ്പാസിറ്റി കൂടി വരും. അവൻ ചിലപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാണ്ട് തന്നെ അവൻ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരും. അവൻ്റെ മനസ്സിനാണ് ആ സമയത്ത് പവർ കൊടുക്കേണ്ടത്, തളത്തല്ല ചെയ്യേണ്ടത്. ആ പവർ കൊടുക്കാൻ കഴിവുള്ളവനായിരിക്കണം അവിടെ അത് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ഹോസ്പിറ്റലിലേക്ക് നടന്നു പോണ ആളെ തിരിച്ച് ആംബുലൻസിൽ കൊണ്ടുപോകുന്നു ഇല്ലേ? ഇവിടെ പേടിപ്പെടുത്തിയിട്ടാ. അവിടെ പേടിപ്പെടുത്തേണ്ട കാര്യമില്ല. അവിടെ പറ്റുമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. ജീവിതശൈലി രോഗമാണെന്നുണ്ടെങ്കിൽ അതിന് പെർമനൻറ്റ് സൊല്യൂഷനാണ് കൊടുക്കേണ്ടത്. എല്ലാം ബിസിനസ് വൽക്കരിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുത്താൽ പിന്നെ ബിസിനസ് നടക്കില്ല. അപ്പോൾ ഭയപ്പെടുത്തണം. അപ്പോൾ ഈ നമ്മൾ ഒരു ചൊല്ലി പറയും, ബെടക്കാക്കി തനിക്കാക്കണമെന്ന്. ഇതാണ് എല്ലായിടത്തും നടക്കുന്നത്. എല്ലാം അങ്ങോട്ട് ബെടക്കാക്കും. നല്ല സന്തോഷമായിട്ടിരിക്കും നിങ്ങളെ പിടിച്ചിട്ട് 10 മിനിറ്റ് കൊണ്ട് നിങ്ങളെ അങ്ങ് ബെടക്കാക്കും. ഇപ്പം നിങ്ങളൊരു പുതിയ വണ്ടി മേടിച്ചിട്ടുണ്ട്, താഴെ കിടക്കുക, അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കണ്ടു, പ്രദീപ് പുതിയ ബെൻസ് മേടിച്ചു അല്ലേ, എനിക്ക് അസൂയ തോന്നാണ്. ഇപ്പം ഞാൻ നല്ല ജോസിനും കൂടി ആണെന്നിരിക്കട്ടെ, വണ്ടിയൊക്കെ മേടിച്ചില്ലേ, നല്ല സന്തോഷം, നല്ലതാ, കണ്ടു കേട്ടോ. എന്നിട്ട് ഞാൻ അപ്പം മിണ്ടൂല, താഴെ വരുമ്പോൾ വണ്ടിയുടെ നമ്പറിലേക്ക്
അയ്യോ ഈ നമ്പറോ, എന്തു പറ്റി ഗുരുജി? അയ്യോ ഈ നമ്പർ നല്ലതല്ല കേട്ടോ, ഇത് ഭയങ്കര മോശമാണ്. അയ്യോ അതെന്താ ഗുരുജി? നാളെ ഒന്ന് വാ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇന്ന് കിടന്ന് ഉറങ്ങില്ല. അല്ല, ഇങ്ങനെയാണ് എല്ലായിടും നടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത്, നിങ്ങൾ വേറെ പണിയല്ലേ ചെയ്യണത്? അതെ അതെ അതെ. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എൻ്റെ അടുത്ത് നടക്കണില്ല. അതെ അതെ. അപ്പം ഞാൻ നിങ്ങളെ എൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യണ പണിയാണ്. ഇതെല്ലാ മനുഷ്യൻ്റെയും കാലത്ത് തൊട്ട് വൈകുന്നേരം വരെയുള്ള ചിന്ത എന്താണെന്നറിയാം? കുതന്ത്രമാണ്. ശരിയാ. ഞാൻ എത്ര നാളായി പ്രദീപിനെ പരിചയപ്പെട്ടിട്ട്, അതെ, നമ്മൾ നമ്പർ എക്സ്ചേഞ്ച് ചെയ്തില്ല. ഇല്ല. ഇന്ന് രാവിലെയാണ് എനിക്ക് നിങ്ങളുടെ മെസ്സേജ് വന്നു, നമ്മൾ നമ്പർ ഞാൻ സേവ് ചെയ്തു. അതെ 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 അല്ലേ? അതെ അതെ അതെ. എനിക്ക് നിങ്ങൾ IFS ഇതുണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നോ ഒന്നും എനിക്കറിയില്ല. ഇതെല്ലാം അറിയണത് 2 ദിവസം മുമ്പ് പ്രപഞ്ചമായിട്ട് അറിയിക്കുകയാണ്. എന്നാൽ നമ്മൾ കാണുന്നത് സ്പിരിച്വൽ അവേഴ്സിന്റെ പ്രോഗ്രാം തുടങ്ങി ആദ്യത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. പക്ഷെ എനിക്കൊരു ബിസിനസ് മൈൻഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം നിങ്ങളൊരു നല്ല പേഴ്സൺ ആണെന്നുള്ളത്. അത് ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, സൂചിപ്പിക്കണമല്ല കേട്ടോ, ഉള്ളത് പറഞ്ഞതാണ്. അതൊരു ഐശ്വര്യമുള്ള ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവാം ഇവനാൾ കൊള്ളാലോ, ഈ നമ്പർ കയ്യിൽ വെച്ചാൽ കൊള്ളാം. നമ്മുടെ അന്നത്തെ പ്രോഗ്രാമിൽ വർക്ക് ചെയ്ത ഉണ്ടായിരുന്ന ഒരു നല്ല വാസ്തുവിൻ്റെ ആളുണ്ടായിരുന്നു, അദ്ദേഹം അതേപോലെ നല്ല മാന്യമായിട്ടാണ് ബിഹേവ് ചെയ്യണം. ഇതുവരെ ഞാൻ നമ്പർ മേടിക്കാൻ മറന്നു പോണതാണ്. അങ്ങനെ ഒരു ശീലം എനിക്കില്ല. ഒരു ബിസിനസ് മൈൻഡ് ഉണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി നമ്പർ മേടിച്ചു വയ്ക്കും. എന്നിട്ട് എവിടെയാണ് നിങ്ങളെ പ്ലഗ് ചെയ്യാൻ പറ്റുന്നതെന്ന് സൂക്ഷ്മമായിട്ട് ആലോചിച്ച് സമയം വരുമ്പോൾ അസ്ത്രങ്ങൾ വിടും. അപ്പൊ നിങ്ങളെ എന്നെ സറണ്ടർ ചെയ്യും. ഇതാണ് സാമാന്യ രീതിയിൽ ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ ഗുരുക്കന്മാരും ശിഷ്യന്മാരെ ഉണ്ടാക്കിയെടുക്കുന്ന രീതി. ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. എൻ്റെ ഒരു ശിഷ്യൻ എൻ്റെ അടുത്ത് വന്നാൽ മാക്സിമം 6 മാസത്തിനുള്ളിൽ അവനെ ഇൻഡിപെൻഡൻ്റ് ആക്കിയിരിക്കും. അവരോട് ഞാൻ പറയും, നിങ്ങൾ എൻ്റെ പിന്നാലെ നടക്കണ്ട. നിങ്ങൾ എന്തിനാ എൻ്റെ പിന്നാലെ നടക്കുന്നത്? നാളെ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഇല്ലാതെ പോകും. നിങ്ങൾക്ക് അപ്പോഴും ജീവിക്കണേ. ഇവിടെ എല്ലാവർക്കും സുഖമായിട്ടാണ് ജീവിക്കേണ്ടത്. എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ സന്തോഷമായിട്ട് കാണുമ്പോഴേ എനിക്ക് സന്തോഷം. ഞാൻ മാത്രം സന്തോഷവും ബാക്കി എല്ലാവരും ദുഃഖിതനായിട്ടിരുന്നാൽ എനിക്കൊരു സന്തോഷമില്ല. എന്നെപ്പറ്റി കൂടുതൽ വളരെ നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് രോഹിത്. പക്ഷെ രോഹിത്തിൻ്റെ ഇൻ്റർവ്യൂ കാണുന്ന, രോഹിത്ത് ഞാൻ തമ്മിലുള്ള ഇൻ്റർവ്യൂ കാണുന്ന ഇൻ്റർവ്യൂവിൽ ആളുകൾ രോഹിത്തിനെ കണ്ടമാനം ചീത്ത വിളിക്കുന്നുണ്ട്. ഞാൻ രോഹിത്തിനോട് പറഞ്ഞു, അത് ചെയ്യില്ലേ രോഹിത്ത് കർമ്മഫലം മേടിച്ചു വയ്ക്കാന്ന്. കാരണം എന്നെ ഇഷ്ടപ്പെടുന്നവർ ഒരു ഗുരു എന്ന തലത്തിൽ ഇഷ്ടപ്പെടുക, എന്നെ തെറി പറയുന്നവന് കർമ്മഫലം ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആരോടും വിരോധമില്ല, രോഹിത്തിനും വിരോധമില്ല. പക്ഷെ രോഹിത്ത് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങളൊരു ചെളിക്കുണ്ടിലേക്ക് കല്ലെടുത്ത് ഇങ്ങനെ എറിഞ്ഞാൽ അതിന് ചെളി തെറിച്ചു വരും അല്ലേ? അത് നമ്മുടെ മേത്ത് തെറിക്കും. അതുപോലെയാണ് എൻ്റെ അടുത്ത് എറിഞ്ഞ ചെളിയില്ല, അത് തെറിക്കൂല. എന്ത് തന്നെ എന്നെ തെറി വിളിച്ചാലും ഞാനായിട്ട് അവരെ ശപിക്കില്ല. എന്നെ പറയുന്നുണ്ട് അവർക്ക് കർമ്മഫലമില്ല. അത് അവരാ കാര്യത്തിൽ ഭാഗ്യവാനാണ്. എന്ത് വേണമെങ്കിലും അടിയിൽ ചീത്ത കമൻ്റ് എഴുതിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ അതെങ്ങാനും നോട്ട് ചെയ്ത് എനിക്ക് വിഷമം തോന്നിയാൽ അവന് നശമുണ്ടാവും. പക്ഷെ രോഹിത് എന്ന് പറയുന്ന വ്യക്തി അതല്ല. അദ്ദേഹം മെഡിറ്റേഷൻ ചെയ്യണേ ഇല്ല, ഒരു സാധനം പ്രാക്ടീസ് ചെയ്യണില്ല. അദ്ദേഹത്തിന് ഒരു കല്ലെറിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ അത് വായിക്കുമ്പം ഫീൽ ചെയ്യാണ്ടിരിക്കില്ല. മനുഷ്യനല്ലേ, ഇത് സ്ഥിരം കാണുന്നതാണെങ്കിലും ഈ ഓരോ വൈബ്രേഷനും അവിടെ ചെന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്യാണ്. ഈ റിഫ്ലക്ഷനാണ് നമുക്ക് ഈ പറയുന്ന ശനിയും ഈ പറയുന്ന കേതുവും അല്ലെങ്കിൽ ഇതിൻ്റെ അപഹാരവും അല്ലെങ്കിൽ ഇതിൻ്റെ ആഗമനമൊക്കെ വരുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എൻ്റെ ധർമ്മപത്നിക്ക് ജനിച്ച കാലം മുതൽ ശനിയാണ്. ഇനി അവർക്ക് ശുക്രൻ വരാൻ പോണത്. അപ്പോൾ എത്രയോ കാലം 7 ശനി 4.25 ശനി മറ്റേ ശനി എന്നും പറഞ്ഞു ശനിയുടെ മുകളിൽ കളിയായിരുന്നു. പക്ഷെ എല്ലാ ശനിയും അവർക്ക് ഐശ്വര്യമായിരുന്നു. അവരുടെ ശനിയുടെ മൂർധന്യ സമയത്താണ് എന്നെ കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഇത് ദൂഷ്യമാണ്, ഇത് ഗുണമാണ് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ എക്സാക്ട്ലി നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഫലം വരണത്. ഇനി ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ശരിയാ. അനേക വിഷയങ്ങളിൽ ഒരു മനുഷ്യന് ജ്യോതിഷം മാത്രം വെച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇരിക്കുന്ന സ്ഥലം അതിന് ബാധകമാണ്. വാസ്തു, നമ്മൾ 8 മണിക്കൂറാണ് ഒരു വീട്ടിൽ സാധാരണ മനുഷ്യൻ കിടന്നുറങ്ങുന്നത്. ധ്യാനിക്കുന്ന ഒരുത്തിന് വാസ്തു ബാധിക്കില്ല എന്ന് പറയാനുള്ള എൻ്റെ സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം. ധ്യാനിക്കുന്ന ഒരു വ്യക്തി 8 മണിക്കൂർ ഉറങ്ങില്ല. ശരിയാ. അവൻ 4.5 മണിക്കൂർ ഉറങ്ങാൻ പറ്റില്ല. അവനെ വാസ്തു ബാധിക്കില്ല. കാരണം അവൻ ഓൾറെഡി 2 തരത്തിലാണ്. ഒന്നാമൻ പ്രപഞ്ചത്തിന് എലിവേറ്റ് ചെയ്യപ്പെട്ടു, രണ്ടാമത്തെ അവൻ്റെ ഉറക്കത്തിൻ്റെ പാറ്റേൺ മാറിക്കഴിഞ്ഞു. അവൻ്റെ ഈ ഡീപ്പ് സ്ലീപ്പ് അല്ല അവിടെ നടക്കുന്നത്. നമ്മൾ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്താൽ അതിനകത്തേക്ക് വൈറസ് കയറില്ല.
സിസ്റ്റം ഓണാക്കി വെച്ചിട്ട് നമ്മൾ പോകാന്നിരിക്കട്ടെ, അതിൽ നിന്ന് എന്തോ പ്രവർത്തനം നടക്കണ്ടില്ലേ? രാത്രി വേറൊരാൾക്ക് ഹാക്ക് ചെയ്യാൻ പറ്റില്ലേ? ഇതാണ് മെഡിറ്റേഷൻ ചെയ്യാത്ത ഒരാൾ. അതായത് നിഷ്ഠയില്ലാതെ ധ്യാനമില്ലാതെ ജീവിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് ഉറക്കത്തിലും വൈറസ് കയറും, ഉണർന്നിരിക്കുമ്പോഴും വൈറസ് കയറും. ഇതാണ് വാസ്തു അവിടെ ബാധിക്കുന്നത്. ഒരു വീട്ടിലെല്ലാവരും സ്പിരിച്വലി എലിവേറ്റഡ് ആയിരിക്കുമോ? അല്ല. ഒരാൾക്കത് ബാധിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന് മുഴുവൻ കിട്ടും. എൻ്റെ വീടിൻ്റെ വാസ്തു അന്ന് ഉണ്ടാക്കുമ്പോൾ പ്ലാൻ ചെയ്ത് വാസ്തു ഉണ്ടാക്കിയത്, ആ വാസ്തു അനുസരിച്ച് ആ വീട്ടിലാരും കിടക്കൂല. കിടപ്പുണ്ടോ? അവിടെ ഒരു മനുഷ്യൻ കിടക്കില്ല. അവിടെ ആര് കിടന്നാലും പുറത്ത് കിടന്നു. ആ വാസ്തു അനുസരിച്ച് അങ്ങനെയാണ്, ആ വീട്ടിൽ കിടക്കൂല ആരും. ആ അപ്പൊ എല്ലാ തരത്തിലും അതിൻ്റെ വാസ്തു, അതിനകത്ത് പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠ എല്ലാം എടുത്തു വെച്ച് നമ്മൾ കീറി മുറിച്ച് നോക്കാമെന്നുണ്ടെങ്കിൽ ആ വീട്ടിലൊരു ബ്രഹ്മജ്ഞാനിക്ക് സ്ഥാനമുണ്ട്. അത് നമ്മൾ പ്ലാൻ ചെയ്തതല്ല. ഇതെല്ലാം നമ്മൾ കഴിയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്താ ഇങ്ങനെ വരാൻ കാരണം, ഇത് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു ഡോർ വയ്പ്പിച്ചത്, എന്താ ഇങ്ങനെ ചെയ്തത്. ഇതൊക്കെ ഞാൻ എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസാണ് പറയണത്. ഇത് തന്നെയാണ് ഞാൻ ലോകത്തോട് പറയണത്. നമുക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് തലമുട്ടി, അപ്പം നമുക്ക് മനസ്സിലായി അവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ട്, അതുകൊണ്ടാണ് തലമുട്ടിയെന്ന്. ഇനി ഞാൻ പോകുമ്പോൾ പറയില്ലേ, നിങ്ങൾ അവിടെ കയറി പോകുമ്പോൾ ശ്രദ്ധിക്കണോട്ടോ, അവിടെ തലമുട്ടുവിട്ടോ ഇങ്ങനെ ഒരു സാധനം നീണ്ടു നിൽപ്പുണ്ടെന്ന് പറഞ്ഞു തരും. ഇത് നല്ലതല്ലേ? ഞാൻ അതാ ചെയ്യണത്. നിങ്ങളുടെ തല മുട്ടിന്നേരി എൻ്റെ തല മുട്ടുമെന്ന് ചോദിച്ചാൽ പിന്നെ എന്ത് പറയാൻ പറ്റും? എനിക്ക് 5-8 പൊക്കമുണ്ട്, അതുകൊണ്ടാണ് തല മുട്ടിയത്. നിങ്ങൾക്ക് 6 അടി പൊക്കമുണ്ട്, എൻ്റെ തല എങ്ങനെയാണ് മുട്ടണമെന്ന് ചോദിച്ചാൽ അപ്പോൾ നിങ്ങളുടെ കവിളായിരിക്കും മുട്ടണത്. ശരിയാ. ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയോ? ഇല്ല, ശരിയാണ്. അപ്പോൾ ജ്യോത്സ്യം പറയുന്നത് തെറ്റില്ല. അത് എവിടെ എങ്ങനെ പറയണമെന്ന് എല്ലാവർക്കും അറിവുണ്ടാവില്ല. എല്ലാവരും ഒരേ അറിവുള്ളവരല്ലോ. കാണിപ്പോൾ ഒരു പറയുന്നതിനകത്ത് മിസ്റ്റേക്ക് മാത്രം എടുത്തിട്ട് യൂട്യൂബിൽ ക്ലിപ്പിംഗ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവന് നല്ലതറിയാനല്ല, അവരെ ബേസ് ചെയ്ത് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ഒരു വലിയ സമൂഹം വിഷമവും പ്രതിസന്ധിയും ദുഃഖവും വരുമ്പോൾ അവർ ഓടിപ്പോണ ജോസിൻ്റെ അടുത്താണ്. ശരിയാ. അങ്ങനെ ഒരു സമൂഹം ഉള്ളത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം കേൾക്കാൻ ഒരാളുണ്ടല്ലോ. അതെ, വേറെ എത്രയോ പേര് കേൾക്കാൻ ഒരാളില്ല, കുടുംബത്തിലാരില്ല, ആരും ഇല്ലാതെ ഏറ്റവും കൂടുതൽ ഇന്ന് മാനസിക തലയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കേരളത്തിനുള്ള ഓഡിയൻസ് തന്നെയാണ്. അതെ. അപ്പോൾ അവർക്ക് ഇങ്ങനെ കേൾക്കാനുള്ള ആളുണ്ട് എന്ന് ദൈവജ്ഞന്മാർ, ദൈവമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, അതിനകത്ത് കമേഴ്ഷ്യലി ചെയ്യുന്നവരായിക്കോട്ടെ, അവരുടെ ഉപജീവന മാർഗം. പക്ഷെ അത് ഒരിക്കലും പേടിപ്പെടുത്തലുകൾ ആവരുതെന്ന് മാത്രം. ഇവിടെ നമുക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, മിക്കവാറും ആൾ വീട് പണിയുമ്പോൾ ഒരു സ്വപ്നവുമായിട്ടാണ് പണിയുന്നത്. അതെ. രണ്ടാമത്തെ അവനൊരു അഹങ്കാരം അവൻ്റെ ഉള്ളിൽ കാണും. അപ്പം ഞാൻ എന്തോ ചെയ്യാൻ പോവാന്ന്. ശരിയാ. അപ്പം ചെയ്തു കൂട്ടുന്ന മുഴുവൻ മിസ്റ്റേക്കാണ്. നിങ്ങൾ ഇവിടെ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് പോയി നോക്കാം, അവരെന്തോരം പൂജയാണ് നടത്തണമെന്ന് അറിയാം. ശരി. അവർ ഭയത്തോടു കൂടിയ വീട് ഉണ്ടാക്കുന്നത് തന്നെ. ശരിയാ. അപ്പോൾ വാസ്തു നോക്കേണ്ട അത് നോക്കും, വേറെ എന്തൊക്കെ നോക്കാവോ ആ സമയത്ത് വേറെ എന്തെങ്കിലും സാധനം പുതിയതെന്ന് പറഞ്ഞാൽ അതും അവർ നോക്കിയേക്കും. കാരണം ആ പൈസ ഒന്നും ഒരു ചിലവല്ല. ഒരു വാസ്തുവിൻ്റെ ആളെ കൊണ്ടുവന്ന് ഒരു 10,000 അല്ലെങ്കിൽ 1,00,000 കൊടുത്താൽ നമുക്ക് എന്ത് പറ്റാനാണ്? ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചുകൊണ്ടുവന്നു, അയാളെ കൊണ്ടുവന്നൊന്ന് വാസ്തു നോക്കിച്ചു, അയാൾ പറയാണ് ഇങ്ങനെ വെച്ചാൽ നല്ലതാണ് കേട്ടോ എന്ന് പറഞ്ഞു. നമുക്കൊരു ദൂഷ്യമില്ലാത്ത കാര്യമല്ലേ, നമ്മളല്ലേ അത് താമസിക്കാൻ പോകണം. അവിടെ നമ്മുടെ ജാടയാന്ന് പറയും. എനിക്കറിയാവുന്ന ഒരു ഡോക്ടർ, ആ ഡോക്ടർ വീട് പണിയുന്നതിന് മുമ്പ് ഞങ്ങൾ സംസാരിക്കാൻ പറയും, വാസ്തു നോക്കണ്ടേ ഡോക്ടറെ എന്ന് ചോദിച്ചു. എനിക്കതിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞു. വീട് പണിതു, താമസിച്ചു, 6 മാസം കഴിഞ്ഞില്ല, അതിന് മുമ്പ് അയാൾക്ക് കിഡ്നിക്ക് പ്രോബ്ലം വന്നു. ആ വാസ്തു വീട് പണിയുമ്പോൾ തറ കെട്ടിയിട്ടുള്ളൂ. എനിക്ക് ആ തറ കണ്ടിട്ട് ഒന്നും പറയാൻ പറ്റില്ല. എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ പറഞ്ഞു. ഇല്ല, എന്നെ ഗുരുജി എന്നാണ് പുള്ളി വിളിക്കണത്. ആ മനുഷ്യന് വേണമെങ്കിലൊന്ന് വാസ്തു നോക്കിക്കാമായിരുന്നു. ആ വാസ്തു നോക്കിയിരുന്നുവെങ്കിൽ അയാളുടെ കിഡ്നി പോവില്ല. കാരണം ആ വാസ്തു പ്രകാരം അതിനകത്ത് ആ കിഡ്നിയെ ബാധിക്കുന്ന ഏത് ഭാഗത്തോ ആ സാധനം ഇരിപ്പുണ്ട്. ആ സാധനം ഞാൻ പറയുള്ളൂ. ഇനി സാധനത്തിൻ്റെ പേര് പറഞ്ഞാൽ എല്ലാവരും വീട്ടിലേക്ക് അത് പൊളിച്ചു മാറ്റും. ഞാൻ തെറ്റായത് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ വാസ്തു പുരുഷൻ കിടക്കുന്ന രീതിയിൽ നോക്കിയാൽ ആ വാസ്തു പുരുഷൻ്റെ കിഡ്നി ഇരിക്കുന്ന ഭാഗത്തേക്ക് ജലമാവാം ഒഴുകിയാൽ, നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അല്ലേ, അപ്പോൾ ഭക്ഷണത്തിൻ്റെ സാധനമാവാം, അല്ലെങ്കിൽ ജലമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോഴ്സുള്ള സാധനമാകാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ റിലേറ്റ് ചെയ്ത് മൈനസാവുന്ന സാധനമാകാം. ഇതിൻ്റെ 4 കോണുകളും അതിൻ്റെ 8 വകഭാഗങ്ങളും എല്ലാം എടുത്തു വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ആ വാസ്തുവിൽ എവിടെയാണ് മിസ്റ്റേക്ക് കിടക്കണമെന്ന് കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഇന്നതെന്നൊരു ശബ്ദം ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പത്രത്തിൽ വന്ന സാധനം പോലെയാവും. ചിലപ്പോൾ ഒരു പാവത്തിൻ്റെ വീട്ടിൽ ഇത് കാണുന്നതല്ലേ, പിന്നെ അവൻ്റെ മനസ്സമാനം ഞാൻ കളയണേ എന്തിനാ? ഞാൻ ഒന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ അതുകൊണ്ടാണ് ഓരോ ഇൻഡിവിജ്വലിനെയും എൻ്റെ ക്ലാസ്സിൽ ശകാരിക്കും ഉപദേശിക്കുകയും ചെയ്യുന്നത്. കോമൺ ആയിട്ട് പറയുമ്പോൾ പലതും ഞാൻ സ്കിപ്പ് ചെയ്ത് കളയും.
അപ്പോൾ ഒരു ജാതകം കൊണ്ട് മാത്രമല്ല അത് സംഭവിക്കുന്നത്. ജാതകം ഒരു മെയിൻ ഘടകമാണ്. ശരി. അത് കുടുംബത്തിന്. വാസ്തു എന്ന് പറയുന്നത് ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരെയും ബാധിക്കും. 10 ദിവസം ഞാൻ എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോയി താമസിക്കുകയാണ്, അവിടുത്തെ വാസ്തു ശരിയല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അവിടുന്ന് സുഖമില്ലാണ്ടാ പോകുള്ളൂ, അല്ലെങ്കിൽ തമ്മിത്തിലൂടെ പോരുള്ളൂ. അതാ വാസ്തുവിൻ്റെ രീതിയാണ്. ശരിയാ. ഇനി ഞാൻ എൻ്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ നേരത്തെ ഞാൻ പുതിയ വീട്ടിലേക്ക് മാറി, അവിടുത്തെ വാസ്തു ശരിയല്ലാന്നുണ്ടെങ്കിൽ ആ മോള് കിടക്കുന്ന മുറി ശരിയല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവൻ ശരിയാവില്ല. ക്ലീൻ ആയില്ലേ? അപ്പോൾ ജാതകം മാത്രമാണോ ബാധകം? അല്ല, ഒരിക്കലും. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോന്നും പറയുമ്പോൾ ഫാമിലിയുടെ അടുത്ത് വെച്ചിട്ടാണ് ജാതകം നോക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു ഘടകത്തെ മാത്രം, നമുക്ക് കൂടുതൽ ആളുകൾക്കും ഇതിനെ പറ്റിയിട്ടൊരു അറിവില്ല. ഞാൻ പറയണത് നിങ്ങളെല്ലാവരും ഇതിനെ പറ്റിയിട്ട് അറിവ് സമ്പാദിക്കണം. എല്ലാ കുട്ടികളും ഇത് സ്കൂളിൽ പഠിപ്പിക്കേണ്ട വിഷയമാണ്. ജ്യോതിശാസ്ത്രം എന്താണ്, വാസ്തുശാസ്ത്രം എന്താണ്, ഒരു ഏജ് എത്തിക്കഴിയുമ്പോൾ കാമശാസ്ത്രം എന്താണ്, അർത്ഥശാസ്ത്രം എന്താണ്, ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാതെ ഏതോ കാലത്ത് ആരോ ഭരിച്ചതിൻ്റെ ഭരണപരിഷ്കാരം പഠിച്ചു വയ്ക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു ടൈഗർ ഒരു ദിവസം എത്ര കിലോമീറ്റർ യാത്ര ചെയ്യുന്നു പഠിച്ചാൽ അതും നല്ലതാണ്. കാരണം അടുത്ത് വനാണെന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാം അവിടെ പോയി താമസിക്കേണ്ട. രണ്ടാ ഗുണം, വനം സംരക്ഷിക്കപ്പെടുകയും ചെയ്യും, നമ്മൾ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കില്ലേ. ഇങ്ങനെ അനേകം അറിവ് കിട്ടുന്ന കാര്യങ്ങളുണ്ട്. അഭ്യസിക്കാവുന്ന വിദ്യകൾ എന്താണോ അതാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ഇന്ന് നിർഭാഗ്യം അതില്ല. മുട്ട തിന്നാൻ പഠിപ്പിക്കും. സ്കൂളിൽ ചില മാതാപിതാക്കൾ എന്നെ കാണാൻ വരുമ്പോൾ പറയണ കേൾക്കണം, അവരുടെ സ്കൂളിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇന്നത്തെ ഭക്ഷണത്തെ പറ്റിയിട്ടാണ് ചർച്ചയാണ്. ഇപ്പോൾ സ്കൂളിൽ ഭക്ഷണം കൊണ്ടുപോകണ്ടല്ലോ, അപ്പോൾ ഇന്ന് ചിക്കൻ ബിരിയാണിയാണ്, അതിനകത്ത് സ്പെഷ്യൽ വേറെ എന്തെങ്കിലും ഉണ്ടോ ഒരമ്മ ചോദിക്കും. അപ്പോൾ ഇല്ല. അപ്പോൾ കൊച്ചിനോട് പറഞ്ഞു വിടേണ്ടെങ്കിൽ കുറച്ച് കൊണ്ടുവന്നോട്ടോ. ഇങ്ങനത്തെ ഡിസ്കഷനൊക്കെയാണ് സ്കൂളിൽ പോണത്. ഇതാണോ വേണ്ടത്? ശരിക്കും ജ്യോതിഷം പഠിപ്പിച്ചു കൊടുത്താൽ എല്ലാവർക്കും ഗുണമാണ്. ഇവിടെ ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം എന്ന് വ്യത്യാസമുണ്ടോ ജ്യോതിഷത്തിന്? ഒന്നുമില്ല, എല്ലാവർക്കും വേണ്ടതാണ്. ഇവിടെ ജാതി കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുകയല്ല വേണ്ടത്. ഇവിടെ എന്താ ബേസിക് മിസ്റ്റേക്ക് എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയം തന്നെയാണ്. ഇതൊക്കെ മനുഷ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റിയുള്ള സമൂഹം ഉണ്ടാവും. ഒരു ക്വാളിറ്റിയുള്ള സമൂഹം ഉണ്ടായാൽ അവരെ പിന്നെ ഇവരുടെ ബുദ്ധി കൊണ്ട് പറ്റിക്കാൻ പറ്റില്ല. മെയിൻ കീ പോയിന്റ് അതാണ്. ഈ രാഷ്ട്രീയത്തെ വിശ്വസിക്കൽ നമ്മളങ്ങ് ഇല്ലാതെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം മുഴുവൻ നന്നാവും. അതിന് ഏറ്റവും നല്ല മാർഗം ആത്മീയത തന്നെയാണ്. കാരണം ഓരോ ആത്മീയ കേന്ദ്രങ്ങളും വിദ്യാലയങ്ങളായി മാറണം, അറിവിൻ്റെ കേന്ദ്രങ്ങളായിട്ട് മാറണം. വെറും പോയി തൊഴുവല് ഇത് ചെയ്യലല്ല. അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത് ആളുകളെ അതായത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാൻ വേണ്ടിയിട്ട് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള പോലെ അറിവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അറിവ് നമ്മൾ ശേഖരിച്ചു പോകും. ഇപ്പം ക്ഷേത്രങ്ങൾ ബേസ് ചെയ്ത് നമുക്ക് വാസ്തുശാസ്ത്രവും ഈ പറയുന്ന എല്ലാം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അല്ലാണ്ട് സ്കൂളിലേക്ക് ഇത് കൊണ്ടുവരുന്നവരെ ആരും ചെയ്യില്ല. ഇന്ന് പല സ്റ്റേറ്റിലും ഈ ജ്യോതിഷം എന്നുള്ള സിലബസ് ഓൾറെഡി എംബഡാണ്. കേരളത്തിനകത്ത് മാത്രമാണ് ഇല്ലാത്ത, നോർത്ത് ഇന്ത്യയിൽ പല സ്റ്റേറ്റിലും ഉണ്ട്. പല യൂണിവേഴ്സിറ്റിയിലും ആ ഒരു സബ്ജക്റ്റ് സിലബസിനകത്ത് ഓൾറെഡി ആഡഡ് ആണ്. ഫ്യൂച്ചറിലേക്ക് കേരളത്തിലും വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഗുരുജി, അതുപോലെ ഇപ്പോൾ ഈ ജ്യോതിഷം വിശ്വാസം ഉള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. പക്ഷെ എല്ലാ ഫാമിലിയിലും അവരുടെ ജീവിതം അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. ജ്യോതിഷത്തിൽ വിശ്വസിക്കാം, ഇല്ലാതിരിക്കാം. പക്ഷേ എല്ലാവർക്കും പ്രോപ്പർ ഉപാസന കിട്ടണമെന്നില്ല. ഒരു സമയമാകുമ്പോൾ നല്ല ഗുരു എത്തുകയും അല്ലെങ്കിൽ ഗുരു പരമ്പരയിൽ എത്തുകയും ചെയ്യാം. അല്ലാതെ പോകുന്ന ആൾക്കാർ ചിലപ്പോൾ എല്ലാവർക്കും SMS മെഡിറ്റേഷനിൽ വരണമെന്ന് തന്നെ ഇല്ല, ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകണമെന്ന് തന്നെ ഇല്ല. ഡേ ടു ഡേ ലൈഫിൽ അവർ ചെയ്യേണ്ട എന്തെങ്കിലും സാധനങ്ങളോ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? പിന്നെ എളുപ്പമുള്ള മാർഗങ്ങളുണ്ട്. ഏറ്റവും എളുപ്പമുള്ള ഒരു ഗുരുവിൻ്റെ ആവശ്യമില്ല ഭൂമിയിൽ ജീവിക്കാൻ. പക്ഷെ ഒരു ഗുരു കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വഴിയാണെന്ന് മാത്രമേ ഉള്ളൂ.